ഇന്ന് ഞാനൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്താം. അതായത് കേരളത്തിൽ നിന്ന് അധികം ആരും അങ്ങോട്ടേക്ക് പോകാത്തൊരു സ്ഥലമാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥലം തമിഴ്നാട്ടിലുണ്ടെന്ന് അധികം ആർക്കും അറിയില്ല, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക്. നിങ്ങളിപ്പോൾ വാൽപ്പാറ, മൂന്നാറൊക്കെ പോയി മടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ വ്ലോഗ് നിങ്ങൾ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മേഘമലൈ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിന് അങ്ങനെ പേര് വരാൻ എന്താ കാരണം എന്നറിയില്ല. എന്തായാലും നല്ലൊരു തണുപ്പുള്ള സ്ഥലമാണ്. ഇല്ല, ഇങ്ങോട്ട്. ഇത് കമ്പംമേനി ഹൈവേ ആണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മളിപ്പോൾ ഏകദേശം ഇറങ്ങിയപ്പോൾ 6:40 നല്ല രസമുണ്ട് കേട്ടോ. എനിക്കൊന്ന് ആ ഭാഗത്ത് തന്നെയാണ് നമുക്ക് പോകേണ്ടതും. നമ്മൾ ഏകദേശം 6:40 നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് 6:15 പക്ഷെ എപ്പോഴും പ്ലാൻ ചെയ്ത പോലെ നടക്കാറില്ല, അത് വേറെ കാര്യം. മേഘമലയിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ചിലപ്പോൾ മാപ്പിൽ കിട്ടില്ല. അതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷനായ മഹാരാജാമേട്ട്, അതാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പോൾ അവിടേക്ക് ഇപ്പം ദൂരം കാണിക്കുന്നത് ഏകദേശം 56 കിലോമീറ്ററാണ്. നമ്മൾ ചിന്നമന്നൂർ എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വേണം മേഘമലയിലോട്ട് പോകാൻ. അതുപോലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സ്ഥലത്തിൻ്റെ പേരെന്താ, ഉദ്ദമപ്പാളയം അങ്ങനെ എന്തോ ആണ്. അവിടെയാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ചുരം വഴിയായിരുന്നു നമ്മൾ വന്നത്. മെയിൻ ചുരല്ല, അതായത് കമ്പം തേനി വരുന്ന ഈ തേക്കടിയിൽ നിന്ന് വരുന്ന മെയിൻ ചുരല്ല, വേറൊരു ചുരം വഴി വന്നേ. അതായിരുന്നു ഒടുക്കത്തൊരു റോഡായിരുന്നു. അതുമാത്രമല്ല ചെറിയ റോഡാണ്. അപ്പം KSRTC മാത്രം മുന്നിലുണ്ട്. അപ്പോൾ അത്രയും ടൈം എടുത്തു. നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റിയില്ല, വേറെ വഴിയുമില്ല. അപ്പം ടൈം എടുത്തിട്ടാണ് നമ്മൾ ലേറ്റായിട്ടാണ് നമ്മൾ റൂമിലെത്തിയത്. ഇതിൽ നല്ല രസമുണ്ട് ഈ വലത്തു ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മേഘമല പോകുന്ന റൂട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. മിക്കവാറും അടുത്ത് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല റൂട്ട്, രണ്ട് സൈഡും മരങ്ങളായിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഈ മേഘമല വരുന്നത് ഈ തേനി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ മൂന്നാർ, അതുപോലെ വാൽപ്പാറയൊക്കെ പോലുള്ള ഏകദേശം ഒരു സ്ഥലം തന്നെ, അതായത് ടീ എസ്റ്റേറ്റൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ എന്താ ഒരു ഡിഫറൻസ് ഇല്ലേ നമുക്ക് നോക്കാം. കുറേ വിൻമില്ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ വിൻമില്ലൊക്കെയാണ് നമ്മൾ ഇന്നലെ കൊച്ചിൽക്കൂത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ടത്. എൻ്റെ മോനെ, അയാളുണ്ട് ഒരു പോക്കുമ്പോൾ ഇങ്ങനെ കയറി വരുന്നു. കൊള്ളാട്ടോ വിൻമില്ല്, എന്തോ ഒരു പ്രത്യേക വൈബ് കാണാൻ തന്നെ. നമ്മളവിടെ ഉള്ള പോലത്തെ ഒരു വിൻമില്ലല്ല, ഒരു കാണാനൊരു നല്ല ലുക്കുണ്ട്. മേഘമലയുടെ സൗന്ദര്യം അങ്ങനെ ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ്. കൈപ്പക്കോ
പശുവുണ്ട്, വാഴയുണ്ട്. മുന്തിരിയാണെന്തോ കൈപ്പറി എന്ന് പറഞ്ഞേ. ഇത് മുന്തിരിയാണെന്ന് തോന്നുന്നല്ലേ. വാഴയ്ക്ക് കൃഷി ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ കേരളത്തിനടുത്തുള്ള സ്ഥലം, അതായത് വെസ്റ്റേൺ ഗാട്സിൻ്റെ സൈഡ് തന്നെ ആയതുകൊണ്ട് നല്ല വെള്ളം കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള കൃഷിയൊക്കെ നടത്തുക, അതൊരു നല്ല കാര്യമാണ്. ഈ റൂട്ട് നല്ല രസമുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ വിൻമില്ല്, ഈ കൃഷിപ്പാടങ്ങൾ എല്ലാം ഒരു സൈഡിൽ വരുമ്പോഴൊരു പ്രത്യേക ഒരു ഭംഗി. കാരണം ഈ റൂട്ടിൽ നിന്ന് അധികം സ്പീഡിൽ പോകാൻ വേണ്ടി തോന്നുന്നില്ല. നമ്മൾക്കിപ്പോൾ ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകും, ഇഷ്ടമുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ മെല്ലെ പോകുള്ളൂ. ആ ഒരവസ്ഥ ഇവിടെ. എന്താ റോഡിൽ നടുക്കേക്കണ്. ഓ, ഇനി ഇതിൻ്റെ മുകളിൽ വേണം കയറാൻ. എന്താ ലുക്കല്ലേ കാണാൻ തന്നെ. കാർ ചെക്ക് പോസ്റ്റ് എത്താനായി. യെസ്, നമ്മളിപ്പോൾ ഓരോ ചുരങ്ങൾ മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം കുറച്ച് ദൂരം വന്നു. വരുന്ന വഴി കുറച്ച് ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. ആനയെ കാണുന്നു, പ്രതീക്ഷിക്കാം. പക്ഷെ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം വീതിയുള്ള റോഡായതുകൊണ്ട് നമുക്ക് എപ്പോഴും വളക്കാം. അപ്പോൾ ധൈര്യമായിട്ട് പോവാം. ഓ, എന്തേ വന്നില്ല എന്നോർത്തേ ഉള്ളൂ. ആ ബോർഡ് വന്നു. കറക്റ്റ് ആനിമൽ ക്രോസിങ് ഏരിയ തന്നെ വണ്ടിയും വെച്ചിട്ടുണ്ട്, ആൾക്കാരവിടെ പോയിട്ടുമുണ്ട്. നല്ല വ്യൂ പോയിൻ്റൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇഷ്ടംപോലെ നല്ല ഫ്രഷ് ആനപ്പിണ്ടമുണ്ട്. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് നിമിഷം ആനയുണ്ടാവും തോന്നുന്നു. അല്ല, ചിലപ്പോൾ രാത്രി വന്നു പോയതായിരിക്കാം. നമ്മളിപ്പം കുറേ ചുരവും മലയൊക്കെ കയറി അങ്ങ് ആണ് ഇവിടെ എത്തിയത്. ഇവിടുന്ന് റൈറ്റ് എടുക്കാനൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേഘമല ഏകദേശം എത്തി. കാരണം ആ ഗ്രാമങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഒരു നല്ലൊരു സ്ഥലം കാണണം. അപ്പം നിർത്തിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓ, എന്താ രസമല്ലേ ആണ്.
ഇതിപ്പോൾ നമ്മൾ മേഘമലയിൽ എത്തിയപ്പോഴും കണ്ട കാഴ്ചയാണ്. ഒരു കുറച്ച് പഴയ വീടും കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ വീടൊക്കെ ഒരുമിച്ച് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നീട് നമ്മൾ പോയത്. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് അവിടുന്ന് പിന്നെ നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം ഇനി 1-2 വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാം വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഇനി കാണണം. അതുപോലെ ഇന്നലെ രാത്രി നമ്മളധികം ഉറങ്ങിയിട്ടില്ലല്ലോ. അതുപോലെ നേരത്തെ എഴുന്നേറ്റു, ഏകദേശം 5:30 തന്നെ എഴുന്നേറ്റു. അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണമുണ്ട്. നമ്മൾ ഏകദേശം ആ മേഘമലയും മലയൊക്കെ കയറി വന്നപ്പോഴേ നല്ല ആ കോടയൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇപ്പം താഴെ ചെറിയൊരു പുഴയൊക്കെ കാണുന്നുണ്ട്. പുഴയുണ്ടെങ്കിൽ അവിടെ ആന എത്തും. ഇത് ഡാമാണോ? ഹൈവേസ് ഡാം. ഓക്കെ. ഞാൻ പറഞ്ഞില്ല ഒരു ഡാമൊക്കെ വരാനുണ്ട്. ഇതും ഒരു ഡാമാണ്. ഓപ്പണൊന്നല്ല, വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. റോഡുണ്ടോ? ഇത് താഴെ ഇറങ്ങിയിട്ട് അതാവൻ പറഞ്ഞ റോഡ്. ചെറിയൊരു ഡാം. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോൾ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. ബുള്ളറ്റിൽ ഒരാൾ മീൻ വിൽക്കാൻ വേണ്ടി വരുന്നു, അതും ഈ മലയോര പ്രദേശത്ത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓക്കെ, ഇവിടെയൊക്കെ വന്ന് ബുള്ളറ്റിൽ മീൻ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുതലാകാൻ. നമ്മൾ നല്ല താഴോട്ടാണ് ഇറങ്ങുന്നത് തോന്നുന്നു. താഴോട്ട് ഇറങ്ങുന്നുണ്ട്, മുകളിലോട്ടേ പോകുന്നുണ്ട്. ഇവരുടെ ഈ ഹിൽ സ്റ്റേഷനിൽ ഇല്ലേ വീടില്ലേ ഇതേപോലത്തെ, അതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ആ മലയുടെ താഴെ ആ വീടൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഏരിയ തന്നെ ആണ് രസം. ഹൈവേസ് ടൗൺ പഞ്ചായത്ത്. രാവിലെ വർക്കിന് പോകാൻ പോകുന്നവരാന്ന് തോന്നുന്നു. ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. ബസ് പോകുന്തോറും ചെറിയ പേടിയുണ്ട്. വഴിക്ക് ഫ്രഷ് ആനപ്പുണ്ടെങ്കിലാണ് ഉള്ളത്. പക്ഷേ ഈ സൈഡിലെ കാഴ്ചകളും കാണാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ആനയെ നോക്കണം, നേരെ സൈഡിലെ കാഴ്ചകളും കാണണം. നമ്മളിപ്പം കുറച്ചുകൂടി മുന്നോട്ട് വന്നു, ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ നേരത്തെ കുറേ വീടും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു, ഇപ്പം അതൊക്കെ കഴിഞ്ഞു. എനിക്കൊന്ന് ഇപ്പോൾ കുറച്ചും കൂടി ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് കുറച്ച് സ്ലോ ആക്കിയിട്ട് പോവാം.
കുഴപ്പമില്ല. പിന്നെയും കുറേ വീടുകൾ വന്നു. എന്താ രസമാണ് വീടുകൾ. ഈ ഒരു പാലം നമ്മൾ നേരത്തെ വീഡിയോ എടുത്തില്ലേ, ആ ഒരു പാലം. കുഴപ്പമില്ല. മുകളിൽ നിന്ന് ആ പാലം കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ ഒക്കെ. അപ്പോൾ ആ ഏരിയാസൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. ഫോട്ടോ അല്ല, വീഡിയോ എടുത്ത സ്ഥലത്തിൻ്റെ. ഇപ്പോൾ ചെറിയ മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. ഞാനാണ് കോട്ട് എടുത്തില്ല കേട്ടോ. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ തണുപ്പ്. ചെറിയ മഴ ചാറ്റിലുണ്ട്, അതുകൊണ്ടാണോ അറിയില്ല, നല്ല തണുപ്പുണ്ട്. എന്താ അവിടെ ആ ഒരു കളറ് എന്താ മനസ്സിലായില്ല. ഇത് ഓൾറെഡി തേയില എടുത്ത ഏരിയ എന്ന് തോന്നുന്നു. എന്തോ ഒരു മഞ്ഞ് വീണ പോലെയുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി, ചാറ്റൽ മഴ തുടങ്ങി. മഹാരാജ മേട്ടിലോട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പോകുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഏരിയാസ് കൂടി ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാപ്പിൽ. കൂടി നോക്കണം. മോളെയാ ഓക്കെ. அங்க எந்த ஏரியா? அங்க இதுக்கு மேல ரோடு இல்ல. இதே இண்டு மேல பார்க்கணும், லாஸ்ட் வரைக்கும் போணும். இந்த மொட்டை வரைக்கும் போணும். மொட்டை வரைக்கும் போணும். ஆமா. இந்த நூறு അങ്ങനെ നമ്മളിപ്പം മഹാരാജ മേട്ടിലോട്ടാണ്
പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴി ഇഷ്ടംപോലെ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം മഹാരാജ മേട്ടിലെത്തി. ഈ മഹാരാജ മേട്ടിൻ്റെ പ്രധാന ആകർഷണം എന്താ വെച്ചാൽ, ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാട്ടുപോത്തിനെയും ആനകളൊക്കെ അവിടെ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പോയ അന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു കാട്ടുപോത്തിനെ കണ്ടായിരുന്നു. നമ്മൾ ആദ്യം പാറയാണെന്ന് വിചാരിച്ചു, പക്ഷെ അതൊരു കാട്ടുപോത്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു, കാരണം ഇനി ആന എങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തു. പക്ഷെ ആനയൊന്നും വന്നില്ല. അതുപോലെ ഇവിടുന്ന് താഴേക്ക് നമുക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ കമ്പം ഭാഗത്തെ ഈ കാഴ്ചകളാണ്. അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വരുന്ന താഴെ ചുരം ഇറങ്ങിയിട്ട് നമ്മൾ കമ്പ് എത്തൂലേ, അതുവരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ മെല്ലെ മഹാരാജ മേട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്തൊരു ലൊക്കേഷൻ ഉണ്ട്, അതിൻ്റെ പേരൊന്നും അറിയില്ല. മാപ്പിൽ ഓഫ്ലൈൻ മാപ്പാണ്, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല, നെറ്റില്ല. അപ്പോൾ അവിടത്തേക്കുള്ള വഴി നോക്കണം. നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ടായ കാര്യമാണ്, സത്യമാണോ അറിയില്ല. അരിക്കൊമ്പനൊക്കെ പിടിച്ചിട്ട് ഇവിടെയാണ് കൊണ്ടുവന്നിട്ടത് എന്നാണ് പറഞ്ഞത് അവിടെയുള്ള ആൾക്കാർ. കാരണം അവിടെ ഇഷ്ടംപോലെ ആനപ്പണ്ടുണ്ട്, പക്ഷെ ആനേനെ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ സത്യമായിരിക്കാം. നമ്മൾ പോയ സ്ഥലം ഏകദേശം ആ റോഡ് കഴിഞ്ഞു, എൻഡായി. കുറച്ച് മുന്നോട്ട് വഴി കണ്ടായിരുന്നു, പക്ഷെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ അങ്ങോട്ട് വഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്താ വെള്ളച്ചാട്ടോ? വെള്ളച്ചാട്ടം എന്തോ നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലുള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ അത് വെള്ളച്ചാട്ടമാണോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ മുകളിൽ നോക്കുമ്പോൾ എന്തോ കണ്ടായിരുന്നു. ഓക്കെ, വെള്ളച്ചാട്ടമല്ല, ഒരു ഡാം പോലെയുള്ള സ്ഥലമാണ്. അത് വെള്ളച്ചാട്ടമല്ല, അത് എന്താ പറയുക, ഒരു ഡാം പോലുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഡാം പോലുള്ള സ്ഥലമാണ്, പക്ഷേ ഈ കാണുമ്പോൾ പ്രതിബിംബം എന്താ പറയുക, അത് ഈ പുറത്തെ കാഴ്ചയില്ല, അതായത് താഴോട്ടുള്ള സ്ഥലമില്ലേ, അതിൻ്റെ ആകാശമാണ്. ഡാം വെച്ചിട്ട് പിന്നെ അതിൻ്റെ താഴെ കൊക്ക പോലത്തെ ആകാശം. ആ, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കും. ഇപ്പം വേറെ വല്ല സ്ഥലങ്ങളുണ്ടോ നോക്കണം. മാപ്പിൽ ഇല്ലാത്ത സ്ഥലങ്ങൾ വരെ നമ്മൾ നോക്കി കണ്ടുപിടിക്കും.
ഇങ്ങനെ ഏകദേശം മേഘമലൈ വിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. ഇനി മേഘമലയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ, അതായത് ഞാൻ ലാസ്റ്റ് റൈഡ് പോയിട്ട് കിന്നക്കോര, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് പോലും എത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾക്കൊരു പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കണ്ടുമടുത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള രീതിയിൽ ആട്ടിൽ വരാൻ. കാരണം ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്ന് ഞാൻ പറയില്ല. കാരണം അതിനുള്ള കാഴ്ചകളൊന്നും ഇവിടെ അങ്ങനെ ഇല്ല. ഒരു വാൽപ്പാറ വൈബ് എന്നൊക്കെ പറയാം. പക്ഷെ വാൽപ്പാറയെക്കാട്ടും കാഴ്ചകളുണ്ട് കേട്ടോ. വാൽപ്പാറയേക്കാൾ എത്ര ബെറ്ററാണ്. അപ്പം ഞാൻ ഇവൻ്റെ വണ്ടിയാണ് ഓടിക്കുന്നത്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ പുതിയ ഹിമാലയൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണിയാണ്. അതുപോലെ സീറ്റ് ഹൈറ്റും കുറച്ച് കൂടുതലാണ് എനിക്ക്. അപ്പോൾ കുറച്ചുകൂടി മുകളിലോട്ടിരിക്കുന്ന പൊസിഷനിലാണ് ഉള്ളത്. അതുപോലെ ഹാൻഡിൽ ബാർ എനിക്ക് കുറച്ചുകൂടി നേരത്തെ ഇതിൽ ഞാൻ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പുതിയൊരു സ്ഥലത്തെ വേറൊരു വിശേഷമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.